നമസ്കാരം. ഇത് രാജീവാണ്, അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ കോൺട്രാക്ട് ആക്ടിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS പ്രൊഫഷണലിനും ഓൺലൈൻ ക്ലാസ്സസും CS എക്സിക്യൂട്ടീവിന് ഓഫ്ലൈൻ ക്ലാസ്സസും കൊടുക്കുന്ന ഒരു ഗുരുകുലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണിത്. കഴിഞ്ഞ 13 വർഷമായിട്ട് നമ്മൾ CS ക്ലാസ്സുകൾ കൊടുക്കുന്നു. 27th ബാച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ്. നമ്മൾ ഇന്നലെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഫ്ലോസ് ഇൻ കോൺട്രാക്റ്റ് ആണ്. ഒരു കോൺട്രാക്റ്റിൽ കോൺട്രാക്ട് ആക്ട് 1872 പ്രകാരം ഒരു കോൺട്രാക്റ്റിൽ എന്തെല്ലാം മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. എഗ്രിമെന്റ് ചില സമയത്ത് നമ്മൾ ഒരു എഗ്രിമെന്റ് ഒരു റിയൽ എഗ്രിമെന്റ് ആണ് എന്ന് തോന്നുമെങ്കിലും അത് റിയൽ എഗ്രിമെന്റ് ആയിട്ട് കണക്കാക്കാത്ത ചില സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. കാരണം എപ്പോഴാണ് അതൊരു വോയിഡ് എഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിൽ, അത് നടക്കാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അതിനെ നമുക്ക് ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ പോലും നടക്കാൻ സാധ്യതയില്ലെങ്കിൽ അത് വോയിഡ് എഗ്രിമെന്റ് ആയിട്ട് കണക്കാക്കും. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് നിയമം ആ അഗ്രീവ്ഡ് പാർട്ടിക്ക് അയാളുടെ may give an option of getting out of this bargain. അതായത് ഈ ഒരു കോൺട്രാക്റ്റിൽ നിന്നും പുറത്തു പോകാൻ ഒരു പാർട്ടിക്ക് അവസരം നിയമം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. അതായത് ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ അത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. 3 അത് ദ പാർട്ടി ഓഫ് ഫോൾട്ട് മേ ബി കമ്പൽഡ്. ഇനി അഥവാ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഡാമേജസ് കിട്ടാനും സാധ്യതയുണ്ട്. സോ ദർ മേ ബി സിറ്റുവേഷൻസ് ലൈക്ക് ഒരു കോൺട്രാക്ട് ഇതുവഴി ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് ആണെങ്കിലും, അതായത് നിയമപ്രകാരം 1872 പ്രകാരം പ്രോപ്പർ ഓഫർ ഉണ്ട്, ആക്സെപ്റ്റൻസ് ഉണ്ട്, കൺസിഡറേഷൻ ഉണ്ട്, എല്ലാം ഉണ്ടായിട്ട് പോലും ചില സമയത്ത് കോൺട്രാക്റ്റുകൾ കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കാതിരിക്കാം. ചില സമയത്ത് ഇത് വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചില സമയത്ത് അതിലൊരു പാർട്ടിക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള അവസരം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. ഇനി ചില സിറ്റുവേഷൻസിൽ ഇത് വോയിഡ് ആണെങ്കിലും വോയിഡബിൾ ആണെങ്കിലും ചില സിറ്റുവേഷൻസിൽ അതിൽ ആർക്കാണോ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് അവർക്ക് അതിൻ്റെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് കിട്ടാനുള്ള പ്രൊവിഷൻസും അതിലുണ്ടായിരിക്കും. Void agreement and voidable agreements. Void agreements and voidable contract. Void agreement എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഒരു തരത്തിലുള്ള നിയമപരമായ ഇമ്പാക്റ്റും ഇല്ലാത്ത എഗ്രിമെന്റുകളെയാണ് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ ഇത് എൻഫോഴ്സ് ചെയ്യാനേ പറ്റത്തില്ല. ഇതൊരു കോൺട്രാക്റ്റ് അല്ല, ഇത് നോൺ എക്സിസ്റ്റന്റ് ആണ്. നടക്കാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു കോൺട്രാക്ട് അത് ഇമ്പോസിബിൾ കോൺട്രാക്റ്റ് ആണ്. അത് ലീഗലി നിലനിൽക്കുന്നില്ല, അത് വോയിഡ് ആണ്. ടെക്നിക്കലി വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഇല്ലാതെ പിന്നെ അതെങ്ങനെ വോയിഡ് ആകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ അത് വോയിഡ് ആണെന്ന് പറയാം. സോ വോയിഡ് എഗ്രിമെന്റ് എന്നേ നമ്മൾ പറയുള്ളൂ, വോയിഡ് കോൺട്രാക്ട് എന്ന് പറയില്ല. കാരണം കോൺട്രാക്ട് ഈസ് സംതിങ് വിച്ച് ഈസ് എൻ എഗ്രിമെന്റ് വിച്ച് ഹാവ് എ ലോഫുൾ പർപ്പസ് ഫോർ എ പ്രോപ്പർ കൺസിഡറേഷൻ ആണ്. അപ്പോൾ വോയിഡ് എഗ്രിമെന്റ് ആണ്. കാരണം ദർ ഇസ് നോ കോൺട്രാക്ട് അറ്റ് ഓൾ. വോയിഡ് കോൺട്രാക്ട് എന്നൊരു കോൺട്രാക്ട് ഇല്ല. കാരണം കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ സംതിങ് വിച്ച് ഇസ് ഇമ്പോസിബിൾ യു ആർ ട്രൈങ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് സംബഡി, എഗ്രിമെന്റ് വിത്ത് സംബഡി, അതിന് നമുക്ക് എന്ത് പറയാം? വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയാം. സോ ദ എക്സ്പ്രഷൻ ക്ലിയർ ആയിട്ട് പറയുന്നത് കോൺട്രാക്ട് എന്ന വാക്കില്ല. ഒരു മൈനറുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്ന് കരുതുക, അത് വോയിഡ് ആണ്. കാരണം മൈനർ കനോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ഓക്കെ, സോ അക്കോർഡിംഗ് സെക്ഷൻ 2J ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നിയമപ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു കോൺട്രാക്റ്റിനെ നമുക്ക് എന്ത് പറയാം? നമുക്ക് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയാം. അതെന്താണ്? അത് നള്ളിറ്റിയാണ്, എക്സിസ്റ്റൻസിലില്ല. ഏത് കോൺട്രാക്റ്റിലാണോ നിയമപരമായിട്ട് എൻ്റർ ചെയ്ത ഒരു കോൺട്രാക്റ്റ് ആണ്, എഗ്രിമെന്റ് ആണ്, അത് കോൺട്രാക്റ്റ് ആണ്. പക്ഷേ അതിലൊരു പാർട്ടിക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ പിന്മാറാനുള്ള അവസരം അതിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നു. വോയിഡബിൾ കോൺട്രാക്റ്റിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ആ കോൺട്രാക്ട് വേണ്ടെന്ന് വെക്കാൻ അവകാശമുണ്ട്. അയാൾ ആ ഓപ്ഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായി മാറുന്നു? ആ കോൺട്രാക്ട് ഇല്ലാതെ ആയിട്ട് മാറുന്നു. ആ ഓപ്ഷൻ അയാൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതെന്തായിട്ട് മാറുന്നു? അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നു. ഞാൻ നിങ്ങളോട് ഒരു സാധനം തരികയാണ്, എന്നിട്ട് പറയുകയാണ് 10 ദിവസത്തിനുള്ളിൽ ഇതിന്റെ പ്രോബ്ലംസ് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, അത് ഈ കോൺട്രാക്ട് വേണ്ട എന്ന് നിങ്ങൾ പറയാത്തോളത്തോളം കാലം ഈ കോൺട്രാക്ട് വാലിഡ് ആയിട്ട് കണക്കാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. ആ 10 ദിവസവും
ആ 10 ദിവസവും നമ്മൾ ആ കോൺട്രാക്ട് നമ്മളത് വേണ്ട എന്ന് പറയാത്തടത്തോളം കാലം അതെന്തായിട്ട് മാറും? വോയിഡബിൾ കോൺട്രാക്ട് ആയിട്ട് മാറും. അതെന്താണ്? വാലിഡ് കോൺട്രാക്ട് ആയിട്ട് മാറും. ആ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ കോൺട്രാക്ട് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? വോയിഡബിൾ കോൺട്രാക്ട് ആണ്. സോ ദ കോൺട്രാക്ട് ബൈൻഡിങ് ആയിരിക്കും. എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? ഐ മേഡ് മൈ പോയിന്റ് വെരി ക്ലിയർ. എപ്പോഴാണോ ആ കോൺട്രാക്ട് നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്, ആ എഗ്രിമെന്റിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ആ എഗ്രിമെന്റിൽ നിന്നും പിന്മാറാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ അയാൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്ട് വാലിഡ് അല്ല. അതേസമയം ആ ഓപ്ഷൻ അയാൾ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കോൺട്രാക്ട് വാലിഡ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഇല്ലീഗൽ എഗ്രിമെന്റ്? എന്താണ് ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ? ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു വോയിഡ് എഗ്രിമെന്റ് പോലെ തന്നെയാണ് ഇല്ലീഗൽ എഗ്രിമെന്റ്. ഇതിനൊരു ലീഗൽ എഫക്റ്റും ഇല്ല. ഒരു ഇല്ലീഗൽ എഗ്രിമെന്റിന് യാതൊരു ലീഗൽ എഫക്റ്റും ഇല്ല. അതുപോലെ തന്നെ ഇതിന് ഏതെങ്കിലും തരത്തിലെ ഒരു ഇല്ലീഗൽ എഗ്രിമെന്റുമായിട്ട് ഏതെങ്കിലും അതിന്റെ ബേസിൽ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനും യാതൊരു വാല്യൂവും ഇല്ല. അത് എൻഫോഴ്സിബിൾ അല്ല. സോ ഒരു ഇല്ലീഗൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന പാർട്ടികൾക്ക് കോടതിയുടെ ഒരു സഹായവും ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ കാരണം എന്താണ്? ഈ പൊല്യൂട്ടഡ് ഹാൻഡ്സ് എന്തിനെ ടച്ച് ചെയ്യുന്നുവോ അതെല്ലാം പൊല്യൂട്ടഡ് ആകും എന്നുള്ള പ്രിൻസിപ്പിളാണ്. ആൻഡ് ഇല്ലീഗൽ എഗ്രിമെന്റ് കാൺട്ട് റേസ് ലീഗൽ ഇംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഒരു ഇല്ലീഗലായ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടവർക്ക് അതിന് യാതൊരുവിധ ലീഗൽ ബേസിസും ഇല്ലാത്തത് കൊണ്ട് ഒരു ലീഗൽ കോൺട്രാക്റ്റുകളോ ലീഗലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓൺ ദ അതർ ഹാൻഡ്, കൊളാട്രൽ സാങ്ഷൻസിന് വേണമെങ്കിൽ ഒരു വോയിഡ് എഗ്രിമെന്റ് ഉണ്ടാകാം. പക്ഷെ ഇല്ലീഗൽ അല്ല. വോയിഡ് എന്ന് പറഞ്ഞാൽ വോയിഡ് ആണ്, ആ കോൺട്രാക്ട് നിലനിൽക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ടി വേണമെങ്കിൽ മേ ഹാവ് ഡിസീവ്ഡ് ദ അതർ പാർട്ടി. ഒരു പാർട്ടി വേറൊരാളെ പറ്റിച്ചിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിൽ ഒരു ജെനുവിൻ കൺസെന്റ് ഇല്ലാതെ അയാളുമായിട്ട് കോൺട്രാക്റ്റിൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കാം. So the parties may be laboring under mistake, or one of the both parties may be incapable of making a contract. Again, the agreement may be illegal or physically impossible. All these called flaws in contract or vices of കോൺട്രാക്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജെനുവിൻ കൺസെന്റ് ഇല്ലാതെ എൻ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കിന്റെ മുകളിൽ ഒരാളെ എൻ്റർ ചെയ്യിപ്പിക്കുന്നു, അത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ അവകാശമില്ലാത്ത ഒരാൾ അധികാരമില്ലാത്ത അല്ലെങ്കിൽ കേപ്പബിൾ അല്ലാത്ത ഒരാളെ കൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു, ഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യത്തിന് എൻ്റർ ചെയ്യുന്നു. ഇതെല്ലാം ഫ്ലോസ് ഇൻ കോൺട്രാക്ട് ആണ്. ഇൻകപ്പാസിറ്റി, മിസ്റ്റേക്ക്, മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ്, ഇതെല്ലാം ഫ്ലോസ് ഇൻ കോൺട്രാക്ട് ആണ്. ഫ്ലോ ഇൻ കപ്പാസിറ്റി ആൻഡ് പേഴ്സൺസ്. ആർക്കൊക്കെയാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുക? അതായത് ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എന്ന ആൾക്കാരുമായിട്ട് അവരുടെ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ. ആക്ച്വലി നിയമപ്രകാരം പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിരിക്കാം? നാച്ചുറൽ പേഴ്സൺസും ആർട്ടിഫിഷ്യൽ പേഴ്സൺസും ഉണ്ടായിരിക്കാം. നാച്ചുറൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഹ്യൂമൻ ബീയിങ്സ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ്. ഫോർ എക്സാമ്പിൾ കമ്പനികൾ, LLPകൾ, ഇതൊക്കെ. സോ കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഇൻകപ്പാസിറ്റി അത് ആ പേഴ്സണാലിറ്റിക്ക് ആണ് ഉള്ളത്. അതായത് ഒരു വ്യക്തിക്ക് കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ സാധാരണ ഒരു മനുഷ്യന് കോൺട്രാക്ട് എൻ്റർ ചെയ്യാം. പക്ഷെ മൈനർക്ക്, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആയ ആൾക്ക്, ലുനാറ്റിക്കിന് ഇതിലൊന്നും കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കോൺട്രാക്ച്വൽ എബിലിറ്റി എന്ന് പറയുന്നത് ആ പേഴ്സൺ, അത് നാച്ചുറൽ പേഴ്സൺ ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണെങ്കിലും അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ ഇനെബിലിറ്റി ആണ്. ദ ജനറൽ റൂള് നാച്ചുറൽ പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം മൈനേഴ്സിന്, ലുനാറ്റിക്കിന്, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അവർ ഏത് നിയമത്തിനാണോ സബ്ജക്റ്റ് ആയിരിക്കുന്നത് ആ നിയമപ്രകാരം അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പ്രകാരം ഒരു മൈനർക്ക്, അതുപോലെ ലുനാറ്റിക്കിന്, അതുപോലെ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ എനി ലോ ടു വിച്ച് ദേ ആർ സബ്ജക്ട്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഏത് നിയമമാണോ അപ്ലിക്കബിൾ ആയിട്ടുള്ള, ഏത് പ്രത്യേക നിയമത്തെ കുറിച്ചാണോ നിങ്ങൾ ഡിസ്കസ് ചെയ്തത് ആ നിയമപ്രകാരം നിങ്ങൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 11 പറയുന്നത് every competent person to contract who is at the age of majority according to the law to which he is subject and who is sound mind and is not disqualified from contracting
ബൈ എനി ലോ ടു വിച്ച് ഹീസ് എ സബ്ജക്ട്. വളരെ ക്ലിയർ ആയിട്ട് സെക്ഷൻ 11 പറയുന്നത് ഒരാൾക്ക് എപ്പോഴാണ് അയാൾ കോമ്പറ്റന്റ് ടു കോൺട്രാക്ട് ആകുന്നത്, അയാൾക്ക് മെജോറിറ്റി ഏജ് ഉണ്ടായിരിക്കണം. അത് ഏത് പ്രകാരം അയാൾ ഏത് നിയമത്തിനാണോ സബ്ജക്റ്റ് ആയിട്ടുള്ളത് ആ നിയമപ്രകാരം അയാൾ മേജർ ആയിരിക്കണം, അയാൾ സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അയാൾ ഏത് നിയമത്തിനാണോ സബ്ജക്റ്റ് ആയിരിക്കുന്നത് ആ നിയമപ്രകാരം അയാൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കാൻ പാടില്ല. സോ ഇതിന് എന്താണ്, ഒരു കോൺട്രാക്ട് ആകണമെന്നുണ്ടെങ്കിൽ അതിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടികൾ എല്ലാവരും കൺസെൻസസ് അഡൈഡം, അവർക്ക് കറക്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലായിരിക്കണം, അതിന്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് അവർക്ക് മനസ്സിലായിരിക്കണം. സോ അതുകൊണ്ടാണ് പറയുന്നത് രണ്ടുപേർക്കും ഒരു മെച്യൂർ മൈൻഡ് ആയിരിക്കണം. ഓക്കെ, A and B enter into a contract which A will steal a diamond from a museum and B will give him 5 lakh rupees against delivery. It's a valid contract. അതായത് എയും ബിയും കൂടെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. അതിൽ എ എന്ത് ചെയ്യും, ഒരു ജ്വല്ലറിയിൽ നിന്നും അല്ലെങ്കിൽ മ്യൂസിയത്തിൽ നിന്നും ഒരു ഡയമണ്ട് മോഷ്ടിച്ച് ബിക്ക് കൊടുക്കും. ബി അതിന് പകരമായി 5 ലക്ഷം രൂപ കൊടുക്കും. ഇതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആണോ? അല്ല. എന്തുകൊണ്ടാണ്? മോഷണം ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്, അതൊരു ഇല്ലീഗൽ കോൺട്രാക്റ്റ് ആണ്, കൺസിഡറേഷൻ ഇല്ലീഗൽ ആണ്. ഒരു എസ് എന്ന് പറയുന്ന ആൾ ഒരു നേഴ്സാണ്, അവർ എച്ചിന്റെ മെഡിക്കൽ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എച്ച് എന്ന് പറയുന്ന ആള് എന്താണ്, ഭയങ്കര സീരിയസ് ആയിട്ട് വയ്യാതെ കിടക്കുന്ന ഒരാളാണ്. അവരൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. അതിൽ എച്ച് എന്ത് ചെയ്യുന്നു, ഈ വയ്യാതെ കിടക്കുന്ന ആളെ കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ എസ് എൻ്റർ ചെയ്യിപ്പിക്കുന്നു. ആ കോൺട്രാക്ട് പ്രകാരം എച്ച് എന്ന് പറയുന്ന വയ്യാതെ കിടക്കുന്ന ആള് അയാളുടെ ഒരു ഫ്ലാറ്റ്, ബോംബെയിലുള്ള ഒരു ഫ്ലാറ്റ് ഈ നേഴ്സിന് വെറും 500 രൂപയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആക്ച്വൽ മാർക്കറ്റ് വാല്യൂ അതിന്റെ 50 ലക്ഷമാണ്. ഈ എഗ്രിമെന്റ് വോയിഡബിൾ ആണോ? ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യുന്ന അല്ലെ പരിചരിക്കുന്ന നേഴ്സ് ആ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരോട് ഒരു കോൺട്രാക്റ്റിൽ അവരുടെ ഒരു ഫ്ലാറ്റ് 50 ലക്ഷം രൂപ വിലയുള്ള ഒരു ഫ്ലാറ്റ് 500 രൂപയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നു. ഇത് വാലിഡ് ആണോ, ഇത് വോയിഡബിൾ ആണോ എന്ന ചോദ്യത്തിന് യെസ് ഇറ്റ് ഈസ് വോയിഡബിൾ. കാരണം എന്താണ്, ഇതിലൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് അവർക്ക് ആ പൊസിഷൻ, നേഴ്സ് എന്ന പൊസിഷനിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഇത് വോയിഡബിൾ ആണ്. ലുനാറ്റിക്കുമായിട്ട് നമുക്കൊരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുമോ? ആരുടെ മനസ്സാണോ, ആർക്കാണോ ഒരു അൺസൗണ്ട് മൈൻഡ് ഉള്ളത് അദ്ദേഹത്തെയാണ് ലുനാറ്റിക് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ടു സേ, ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാൻ അയാൾ എന്തായിരിക്കണം, ഒരു വ്യക്തി എന്തായിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അദ്ദേഹത്തിന് ആ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വെൻ യു ആർ എൻറ്ററിംഗ് ഇൻ ടു എ കോൺട്രാക്ട് യു ഷുഡ് ഹാവ് സൗണ്ട് മൈൻഡ് ആൻഡ് ലേറ്റർ യു ബിക്കം അൺസൗണ്ട് മൈൻഡ് ദാറ്റ് ഡസന്റ് മേക്ക് ദിസ് കോൺട്രാക്ട് വോയിഡ്. അതായത് നിങ്ങൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അതിനുശേഷം അൺസൗണ്ട് മൈൻഡ് ആയിരിക്കുന്നത് കുറ്റകരമല്ല. സോ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതിന്റെ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കുന്നതിനും ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കോൺട്രാക്ട് വാലിഡ് ആണ്. എ പേഴ്സൺ അൺസൗണ്ട് മൈൻഡ് ആയ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ലുനാറ്റിക്കുമായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്ട് വോയിഡ് ആണ്. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു. എപ്പോഴാണോ അദ്ദേഹം സൗണ്ട് മൈൻഡ് ആയിട്ടിരുന്നത് ആ സമയത്ത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് വാലിഡ് ആണ്. ഇനി ഒരു ലുനാറ്റിക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു, അത് അയാളുടെ ബെനിഫിറ്റിനുമാണ്. ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഫോർ ദ ബെനിഫിറ്റ് അഗെയിൻസ്റ്റ് അതർ പാർട്ടി ബട്ട് നോട്ട് വൈസ് വെർസ. ജുഗൽ കിഷോർ വേഴ്സസ് ചെഡു. ഒരു കോൺട്രാക്റ്റിൽ ഒരു ലുനാറ്റിക് എൻ്റർ ചെയ്യുന്നു, അത് ലുനാറ്റിക്കിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ മറ്റേ പാർട്ടിയോട്, ഓപ്പോസിറ്റ് പാർട്ടിയോട് ഈ ലുനാറ്റിക്കിന്റെ ബെനിഫിറ്റിന് വേണ്ടി ആ കോൺട്രാക്ട് പാലിക്കാൻ പറയാൻ കോടതിക്ക് അവകാശമുണ്ട്. ഫ്ലോസ് ഇൻ കൺസെന്റ്. ഒരു കോൺട്രാക്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എന്താണ്, കൺസെന്റ് ആണ്. അതായത് ഫ്രീ കൺസെന്റ് ആയിരിക്കണം. സോ കൺസെന്റ് എങ്ങനെയായിരിക്കണം, മ്യൂച്വൽ കൺസെന്റ് ആയിരിക്കണം, പരസ്പരം നമ്മളത് അംഗീകരിക്കണം. സോ പാർട്ടികൾ എന്താണോ പരസ്പരം പറയുന്നത് അത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പാർട്ടി ചെയ്യാമെന്നും മറ്റൊരു പാർട്ടി അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ, വളണ്ടറി ആയിട്ട് അംഗീകരിക്കുകയും ചെയ്യാൻ മാത്രമേ കൺസെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അതിനൊരു ഫ്രീ കൺസെന്റ് ഉണ്ടായിരിക്കണം. സോ പാർട്ടികൾ ഒക്കെ എന്തുണ്ടായിരിക്കണം, ഫ്രീ കൺസെന്റ് എന്താ പറയുക, കൺസെൻസസ് അഡൈഡം അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓഫ് മൈൻഡ്. സോ നോട്ട് ഓൺലി കൺസെന്റ് മാത്രം പോരാ, അതെങ്ങനെയായിരിക്കണം, ഫ്രീ കൺസെന്റ് ആയിരിക്കണം. ഇനി വെൻ ഈ കൺസെന്റ് ഉണ്ടാകേണ്ട സമയത്ത് എന്താണ്, ഈ കൺസെന്റ് കൊടുക്കുന്നതിന് മുമ്പ് എന്തായിരിക്കാം, ഈ കോൺട്രാക്ട് ചിലപ്പോൾ വോയിഡായി മാറിയിരിക്കാം, വോയിഡബിളുമായിരിക്കാം. കാരണം എന്താണ്, ഈ കൺസെന്റ് കൊടുത്തത് നിർബന്ധ ബുദ്ധിയാൽ കൊടുത്തതാണെങ്കിൽ, അയാളെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കൺസെന്റ് വാങ്ങിയതെങ്കിൽ അത് വോയിഡാണ്.
അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അത് വോയിഡബിൾ ആണ്. അപ്പോൾ ഒരു കൺസെന്റിന്റെ മുകളിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് കൺസെന്റ് ഗിവൻ ദ കോൺട്രാക്ട് ക്യാൻ ബി എന്തായിരിക്കാം, വോയിഡ് ആയിരിക്കാം, വോയിഡബിൾ ആയിരിക്കാം. ദെൻ ഒരു കൺസെന്റ് ഇല്ലെങ്കിൽ, വെർ ദർ ഇസ് നോ കൺസെന്റ്, ഒരു കൺസെന്റും ഇല്ലെങ്കിൽ എന്താണ്, ദർ ക്യാൻ ബി നോ കോൺട്രാക്ട്. ഒരു കൺസെന്റ് ഇല്ല, അതിലൊരു കൺസെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ കോൺട്രാക്ട് ഇല്ല. അല്ലെങ്കിൽ മ്യൂച്വൽ മിസ്റ്റേക്ക് ആണെങ്കിലും ദർ ഇസ് നോ കോൺട്രാക്ട്. ഞാൻ നിങ്ങളോട് പറയാണ് എന്റെ കാറ് തരാം, നിങ്ങൾ എന്നോട് വിചാരിക്കുന്നത് ചുവന്ന കാറാണ് എന്ന് വിചാരിച്ച് എന്നിലേക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ ഏത് കാറാണെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആ കാറാണെന്ന് അസ്യൂം ചെയ്യുകയാണ് ചെയ്തത്. ഇതൊരു മ്യൂച്വൽ മിസ്റ്റേക്ക് ആണ്, ആ കോൺട്രാക്ട് നിലവിലില്ല. വെർ ദർ ഈസ് എ കൺസെന്റ് ബട്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫ്രീ, ഒരു കൺസെന്റ് ഉണ്ട് അത് ഫ്രീ കൺസെന്റ് അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ കേസിൽ ആ കോൺട്രാക്ട് വോയിഡബിൾ ആണ്. ആരുടെ കൺസെന്റ് ആണോ ഫ്രീ ആയിട്ട് കിട്ടാഞ്ഞത് അയാളുടെ ഓപ്ഷനിൽ ആ കോൺട്രാക്ട് എന്താണ്, വോയിഡബിൾ ആണ്. ഇനി മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ്, കോവേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ദ കൺസെന്റ് ഓഫ് വൺ പാർട്ടി ഇസ് ഇൻഡ്യൂസ്. ഇതിലൊക്കെ എന്താ ഉണ്ടാവുക, ഈ മിസ്റെപ്രസെന്റേഷനും ഫ്രോഡിലും കോവേർഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൺസെന്റ് എങ്ങനെ ഉണ്ടാകുന്നു, അവർക്ക് താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രീണിപ്പിച്ചുകൊണ്ട് നേടുകയാണ്. അതുകൊണ്ട് തന്നെ അത് വോയിഡബിൾ ആണ്. സോ കൺസെന്റ് മ്യൂച്വൽ കൺസെന്റ് ആയിരിക്കണം, ഫ്രീ കൺസെന്റ് ആയിരിക്കണം, കൺസെൻസസ് അഡൈഡം ആയിരിക്കണം. അത് മ്യൂച്വൽ മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, അതിന് കൺസെന്റ് ഇല്ല എന്ന് കണക്കാക്കുകയും അത് വോയിഡ് ആവുകയും ചെയ്യും. എന്നാൽ മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ്, കോവേർഷൻ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ആ കോൺട്രാക്ട് ആരുടെ കൺസെന്റ് ആണോ ഈ ഡിഫോൾട്ട് വഴി നേടിയെടുത്തത് അയാളുടെ ഓപ്ഷൻ പ്രകാരം അതെന്തായിരിക്കും, അത് എന്താണ്, വോയിഡബിൾ ആയിരിക്കും, കോൺട്രാക്ട് വോയിഡബിൾ ആയിരിക്കും. വിൽഫുൾ മിസ്റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഫ്രോഡിനെ കുറിച്ച് സെക്ഷൻ 7 പറയുന്നത്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി വേറൊരു പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അയാളുടെ ബൈ ഹിസ് ഏജന്റ് വിത്ത് ഇന്റന്റ് ടു ഡിസീവ്, ഒരു പാർട്ടിയോ അയാളുടെ ഏജന്റോ അല്ലെങ്കിൽ അയാളുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളെ ചതിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്താണ്, ഒരു ലക്ഷ്യത്തോടെ അയാളുടെ ഏജന്റിനെയോ അയാളെയോ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. അതായത് മിസ്റ്റർ എ അല്ലെങ്കിൽ മിസ്റ്റർ എയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മിസ്റ്റർ എയുടെ ഏജന്റ്, മിസ്റ്റർ ബിയെയോ മിസ്റ്റർ ബിയുടെ ഏജന്റിനെയോ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ അവരെ ചതിച്ചുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, മിസ്റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഫ്രോഡ് എന്ന് പറയാം. സോ ദ സജഷൻ എന്താണ്, അതിലെന്തൊക്കെ ഉണ്ടാവുക, സജഷൻ ആസ് എ ഫാക്ട് ഓഫ് വിച്ച് ഇറ്റ് ഈസ് നോട്ട് ട്രൂ, അതായത് സത്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ഫാക്ട് സത്യമായിട്ട് അവതരിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അയാൾക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു, അത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അയാൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിപ്രേരിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു പ്രോമിസ് കൊടുക്കുന്നു, അത് പാലിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രോമിസ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രവൃത്തി അയാളെ ചതിക്കുക എന്ന ലക്ഷ്യത്തോട് കൊടുക്കുന്നു. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിയമപരമായി ഫ്രോഡ്ലന്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, ഫ്രോഡ്ലന്റ് ആണ്. അതായത് ഒരു വ്യക്തി അയാളോ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുന്ന ആളോ അദ്ദേഹത്തിന്റെ ഏജന്റോ വേറൊരു വ്യക്തിയെയോ അദ്ദേഹത്തിന്റെ ഏജന്റിനെയോ ചതിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുന്നു. എന്തുവഴി, ഏതെങ്കിലും ഒരു സജഷൻ, അതിന്റെ ഫാക്ട് അത് സത്യമല്ല എന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം തെളിച്ചു പറയേണ്ട സമയത്ത് അത് തുറന്നു പറയാതെ അത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുന്നു. ഒരു പ്രോമിസ് കൊടുക്കുന്നു, അത് പെർഫോം ചെയ്യാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ താല്പര്യമില്ലാതെ തന്നെ ഒരു പ്രോമിസ് കൊടുക്കുന്നു. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം ചതിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നു. അതല്ലെങ്കിൽ നിയമപ്രകാരം പിന്നീട് എപ്പോഴെങ്കിലും അത് ഫ്രോഡ്ലന്റ് ആണെന്ന് നിയമം പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനെ ഫ്രോഡ് എന്ന് പറയാം. സോ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അൺട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ സത്യസന്ധത എന്താണ് നമ്മൾ വിശ്വസിക്കാതെ, ഒരു ഫ്രോഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു അൺട്രൂ മിസ്സ്റ്റേറ്റ്മെന്റ് ആണ്. മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അൺട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അതെന്ത് ചെയ്യുന്നു, അത് സത്യമാണ് എന്ന് വിശ്വസിക്കാതെ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് റെക്ലെസ്ലി, കെയർലെസ്ലി അത് സത്യമാണെന്ന രീതിയിൽ ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതുവഴി അത് ചതിക്കപ്പെടുന്നു. അതിന്റെ ചീഫ് ഇൻഗ്രീഡിയന്റ് എന്താണ്, അതിലൊരു ഫാൾസ് റെപ്രസെന്റേഷൻ, ഒരു അസേർഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഫാൾസ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു അസേർഷൻ ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ച്, ഒരു ഫാക്ടിനെ കുറിച്ച്. അതിന് ഉദ്ദേശം എന്തായിരിക്കണം, അയാൾ അതിന്റെ മുകളിൽ അത് വിശ്വസിച്ച ഒരാൾ പ്രവർത്തിക്കണമെന്നായിരിക്കണം അതിന്റെ ഉദ്ദേശം. അതുവഴി എന്താണ്ടാവുന്നത്, അയാളെ ഒരു കോൺട്രാക്റ്റിൽ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാള് സാധാരണ കേസിൽ എൻ്റർ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുന്നു. അതുവഴി അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ
കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ദ പാർട്ടി ഡിസീവ്ഡ് മസ്റ്റ് ദെയർ ബൈ ഇൻഡെംനിഫൈഡ് ഫോർ ദർ ഇസ് നോ ഫ്രോഡ് വിത്തൗട്ട് ഡാമേജസ് ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ഹാവ് ബീൻ മെയ്ഡ് ഐദർ വിത്ത് നോളജ്. അയാൾക്ക് എന്താണ് ദ പാർട്ടി ഡിസീവ്ഡ് മസ്റ്റ് ദെയർ ബൈ ഇൻഡെംനിഫൈഡ്. ആരാണോ ചതിക്കപ്പെട്ടത് അയാൾക്ക് നഷ്ടപരിഹാരം കിട്ടും. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം? നോളജോടുകൂടി, അതായത് അത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് സത്യസന്ധതയെക്കുറിച്ച് വിശ്വസിക്കാതെ ആയിരിക്കണം ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? മിസ്സ്റ്റേറ്റ്മെന്റ് ഒരു അൺട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് സത്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റെക്ലെസ് ആയിട്ട് കെയർലെസ് ആയിട്ട് ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അയാളെ ചതിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കണം ഒരു ഫാക്ടിനെ കുറിച്ച്. അതിന്റെ ഇന്റൻഷൻ എന്തായിരിക്കണം? അത് എന്താണ് അതിന്റെ ഇന്റൻഷൻ? അയാൾ അതിന്റെ മുകളിൽ പ്രവർത്തിക്കുക എന്നതായിരിക്കണം ഇന്റൻഷൻ. ആ റെപ്രസെന്റേഷൻ അങ്ങനെ ആ റെപ്രസെന്റേഷൻ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ കേട്ടതുകൊണ്ട് അല്ലെങ്കിൽ വിശ്വസിച്ചതുകൊണ്ട് ഓപ്പോസിറ്റ് പാർട്ടി ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിരിക്കണം. അതുവഴി അയാളെ പറ്റിച്ചിരിക്കണം, ചതിച്ചിരിക്കണം. ആ പേഴ്സൺ ആരാണോ ഡിസീവ് ചെയ്യപ്പെട്ടത് അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടാൻ അവകാശമുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ സത്യസന്ധതയിൽ വിശ്വസിക്കാതെ ആയിരിക്കണം ഇയാൾ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആൾ പറയേണ്ടത് അല്ലെങ്കിൽ അവതരിപ്പിക്കേണ്ടത്. ഓപ്പോസിറ്റ് ആള് അത് വിശ്വസിച്ചുകൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് നഷ്ടം സംഭവിച്ചിരിക്കണം. ഇനി ആ റെപ്രസെന്റേഷൻ കൊണ്ട് എന്താണ് ടേക്സ് എഫക്ട് ബൈ ഫാൾസ് റെപ്രസെന്റേഷൻ ഓർ ഇൻസെയിൽമെന്റ് ദ പാർട്ടി ഡിഫ്രോഡഡ് കാൻ അവോയ്ഡ് ദ കോൺട്രാക്ട് ആൻഡ് ആൾസോ ക്ലെയിം ദ ഡാമേജസ്. ആരെയാണോ അങ്ങനെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് വഴി ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അയാൾക്ക് എന്ത് ചെയ്യാം? ആ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാം, ഡാമേജസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി വെറുതെ നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നത് അത് എന്താണ് മിയർ സൈലൻസ് ഓഫ് ഫാക്ട്സ്. ചില സമയത്ത് നമ്മളൊന്നും സംസാരിച്ചില്ല എന്നതുകൊണ്ട് വേറൊരാള് നമ്മൾ അത് അംഗീകരിക്കുന്നു എന്ന് വിചാരിച്ച കോൺട്രാക്റ്റിൽ എന്താണ് എൻ്റർ ചെയ്യുന്നു എന്ന് കരുതുക. അതൊരിക്കലും ഫ്രോഡല്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം സാർ, ഇതിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ സാറ് പറയണം എന്ന് പറയുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാതിരിക്കുന്നത് അത് സത്യമാണ് എന്ന് ഓപ്പോസിറ്റ് പാർട്ടിയെ വിശ്വസിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് കോൺട്രാക്റ്റിലെ അതൊരു മിസ്സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതിന് ലയബിലിറ്റി ഉണ്ടായിരിക്കും. കോൺട്രാക്ട്സ് ഓഫ് ഉബ്രിമെ ഫിഡെ. ഉബ്രിമെ ഫിഡെ എന്ന് പറഞ്ഞാൽ എന്താണ്? There are contracts in which law imposes a special duty to act with utmost good faith, that to disclose all material information. നമ്മുടെ നാട്ടിൽ ധാരാളം കോൺട്രാക്റ്റുകളുണ്ട്. അതിൽ ആ കോൺട്രാക്റ്റുകളൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം അതിനെക്കുറിച്ച് അറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. എല്ലാ മെറ്റീരിയൽ ഫാക്റ്റുകളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കുന്നു? ആ കോൺട്രാക്ട് വോയിഡബിൾ ആയിരിക്കണം. ഇപ്പൊ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിനെ കുറിച്ച് എന്തെല്ലാം ഫാക്റ്റുകളാണോ നമ്മൾക്ക് അറിയുന്നത്, നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾക്കറിയുന്ന ഫാക്റ്റുകൾ മുഴുവനുമായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായിട്ട് മാറും? അത് ആ കോൺട്രാക്ട് വോയിഡബിൾ ആയിട്ട് മാറും. കോൺട്രാക്ട്സ് ഓഫ് ഉബ്രിമെ ഫിഡെ, അങ്ങനത്തെ കോൺട്രാക്റ്റുകളാണ് ഉബ്രിമെ ഫിഡെ എന്ന് പറയുന്നത്. ആ കോൺട്രാക്റ്റിലെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഓഫ് ഓൾ കൈൻഡ്സ്. എല്ലാതരം ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളുടെയും ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് സബ്ജക്റ്റിനാണോ ഇൻഷുർ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മെറ്റീരിയൽ ഫാക്റ്റുകളും അത് കറക്റ്റ് ആയിരിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം, അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുകയാണ്, നമുക്കൊരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ട്. ആ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരു അസുഖമുണ്ട്. ആ അസുഖത്തെക്കുറിച്ച് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കോൺട്രാക്ട് വാലിഡ് അല്ല, വോയിഡ് ആണ്. ദെൻ കമ്പനിയുടെ പ്രോസ്പെക്ടസ് ഉബ്രിമെ ഫിഡെ കോൺട്രാക്ട് ആണ്. എന്താണ് ഒരു കമ്പനി പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന അർത്ഥം? ഒരു കമ്പനി മാർക്കറ്റിൽ നിന്നും ജനങ്ങളിൽ നിന്നും പൈസ ക്യാപിറ്റൽ സ്വരൂപിക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഇൻവിറ്റേഷൻ ആണ് പ്രോസ്പെക്ടസ്. അതിൽ ആ കമ്പനിയെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും സത്യസന്ധമായി രേഖപ്പെടുത്തിയിരിക്കണം എന്ന നിയമമാണ്. അത് കമ്പനീസ് ആക്ടിൽ പറയുന്നതാണ്. അപ്പോൾ അതിലും എന്താണ്? അതും കോൺട്രാക്ട് ഓഫ് ഉബ്രിമെ ഫിഡെ ആണ്. സോ കമ്പനിക്ക് ആ കമ്പനിയെ കുറിച്ച് അറിയുന്ന എല്ലാ വിവരങ്ങളും, എന്തൊക്കെ വിവരങ്ങളാണോ ഒരു ഷെയർ ഹോൾഡർ ഒരു ഇൻവെസ്റ്റർ ആ കമ്പനിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഉപയോഗിക്കുക, ആ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കണം. ദെൻ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് ലാൻഡ്. സ്ഥലം വിൽക്കുന്ന സമയത്ത് എന്താണ്? ഒരു വെണ്ടർ ആരാണോ സ്ഥലം വിൽക്കുന്നത് അതിന്റെ പർച്ചേസർക്ക് ഈ വിൽക്കുന്ന ആള് അതിന്റെ ഫുൾ ടൈറ്റിൽ ഡോക്യുമെന്റും കൊടുക്കേണ്ടതാണ്. അയാൾക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് അയാൾ പ്രൂവ് ചെയ്യേണ്ടതാണ്.
ദെൻ കോൺട്രാക്ട്സ് ഓഫ് ഫാമിലി അറേഞ്ച്മെന്റ്, ഒരു ഫാമിലി ഒരു എഗ്രിമെന്റ് അറേഞ്ച്മെന്റ് അവരുടെ ഫാമിലി ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് ഫാമിലി പ്രോപ്പർട്ടി ഓരോ മെമ്പറും അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. അതായത് ഒരു പാർട്ടീഷൻ നടക്കുകയാണെങ്കിൽ ആ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പാർട്ടികൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് അവർ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. കോവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 15 കോവേർഷനെ കുറിച്ച് പറയുന്നത്. എന്താണ് കോവേർഷൻ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു വ്യക്തിയെ ത്രട്ടൺ ചെയ്യുന്നു. എന്താണ്? നിയമപ്രകാരം ഭാരതീയ ന്യായ സംഹിത പ്രകാരം പ്രൊഹിബിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർബിഡൻ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിയമപരമല്ലാതെ അയാളെ ഡീറ്റെയിൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ത്രെട്ടണിങ് ടു ഡീറ്റെയിൻ, അൺലോഫുൾ ഡീറ്റെയിനിങ് അല്ലെങ്കിൽ നിയമപ്രകാരമല്ലാതെ ഡീറ്റെയിൻ ചെയ്യുന്നു. എനി പ്രോപ്പർട്ടി ടു ദ പ്രിജുഡീസ് ഓഫ് എനി പേഴ്സൺ whatever with the intention of causing any person enter into a contract. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അയാളുടെ എന്തെങ്കിലും ഒരു സാധനം പിടിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ പിടിച്ചു വെക്കുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് പ്രകാരം അയാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ കോവേർഷൻ പ്രകാരം എൻ്റർ ചെയ്യപ്പെട്ട കോൺട്രാക്ട് എന്ന് പറയാം. അതായത് ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ഫോർബിഡൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യം അയാൾക്കെതിരെ ചെയ്യുകയോ ചെയ്യുമെന്ന് പറയുകയോ, നിയമപ്രകാരം അയാളുടെ ഒരു പ്രോപ്പർട്ടി പിടിച്ചു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ പിടിച്ചു വെക്കുകയോ ചെയ്ത് അതുവഴി ഒരാളെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതെന്ത് പറയും? കോവേർഷൻ എന്നാണ് പറയും. സോ കോവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോവേർഷൻ എന്ന് പറഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ഒരാളുടെ മേലിൽ ആരോപിക്കുകയോ ചെയ്യുകയോ ചെയ്തുകൊണ്ട് അയാളെ കൊണ്ട് കോൺട്രാക്ട് എൻ്റർ ചെയ്യിപ്പിക്കുക. So, if A at the point of pistol asks B to execute ഒരാൾ തലയിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ഒരു തോക്ക് ചൂണ്ടിയിട്ട് അയാളെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നു. അയാളുടെ പ്രോപ്പർട്ടി മുഴുവനും ബിയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തെങ്കിൽ പോലും പിന്നീട് അത് ഈ ഭീഷണിന്റെ മുകളിലാണ് ഞാൻ എൻ്റർ ചെയ്തത് എന്ന് പറഞ്ഞ് ആ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാൻ മിസ്റ്റർ എക്ക് സാധിക്കും. It has been held that mere threat by one person to another to prosecute him does not amount to coercion. നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നൊരു ഭീഷണി ഞാൻ പെടുത്തുകയാണെങ്കിൽ അതിനെ കോവേർഷൻ ആയിട്ട് കണക്കാക്കാൻ പാടില്ല. അവിടെ ആ ഭീഷണിയുടെ ഒപ്പം തന്നെ എന്നുണ്ടായിരിക്കണം ആ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് there must be a contract made under the threat. അതായത് വെറുതെ ഒരാൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തി എന്തുകൊണ്ട് മാത്രം അതെന്താകുന്നില്ല? കോവേർഷൻ ആകുന്നില്ല. ഭീഷണിപ്പെടുത്തി ആ ഭീഷണിയുടെ മുകളിൽ നിങ്ങളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിരിക്കണം. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അതിനെയാണ് കോവേർഷൻ എന്ന് പറയുന്നത്. രാമചന്ദ്ര വേഴ്സസ് ബാങ്ക് ഓഫ് കൊലാപൂർ എന്നുള്ള കേസിലാണ്. സോ ദ മിയർ കോവേർഷൻ മെ നോട്ട് ബി ഒരു ഡിഫോൾട്ട് ആകണമെന്നില്ല, അല്ലെങ്കിൽ ഫോൾട്ട് ആകണമെന്നില്ല. ആ കോവേർഷൻ കൊണ്ട് നിങ്ങളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്ട് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. സോ ഇറ്റ് മേ ബി പോയിന്റഡ് ഔട്ട് ദാറ്റ് കോവേർഷൻ മേ പ്രൊസീഡ് ഫ്രം എനി പേഴ്സൺ. കോവേർഷൻ നേരിട്ടിട്ട് രണ്ട് വ്യക്തികൾ നമ്മൾ കോൺട്രാക്ട് എൻ്റർ ചെയ്യുമ്പോൾ ഒരാൾ മറ്റൊരാൾക്കെതിരെ ചെയ്യണമെന്നില്ല. അത് മൂന്നാമതൊരാളാണ് കോവേർഷൻ ചെയ്യുന്നതെങ്കിൽ ആ മൂന്നാമതൊരാൾ നിർബന്ധിച്ചിട്ടാണ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തെങ്കിലും ബിയെ ഭീഷണിപ്പെടുത്തുന്നു, ബിയോട് സിയുടെ പേരിലേക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിലും അതെന്താണ്? കോവേർഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ കോവേർഷൻ എന്ന് പറയാം. അൺഡ്യൂ ഇൻഫ്ലുവൻസ്. സെക്ഷൻ 16 അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ബന്ധം നിലവിലുണ്ട്. ആ ബന്ധത്തിന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആ ബന്ധം എങ്ങനെയാന്ന് വെച്ചാൽ ഒരാൾക്ക് മറ്റൊരാളുടെ പേരിൽ മേലെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഡോമിനേഷൻ ചെയ്യാനുള്ള അവരുടെ ഇതിന്റെ മുകളിൽ വിശ്വസിച്ചുകൊണ്ട് ആ പൊസിഷനെ അവര് ഉപയോഗിച്ചുകൊണ്ട്, ആ പവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതിനെ അതിനെ അൺഫെയർ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടുള്ള ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഒരു കോൺട്രാക്ട് എന്ന് പറയാം. അൺഡ്യൂ ഇൻഫ്ലുവൻസോടെ എൻ്റർ ചെയ്ത ഒരു കോൺട്രാക്ട് എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ എച്ച് എന്ന് പറയുന്ന ആളുടെ നേഴ്സായിട്ടുള്ള എസ്
ആ എച്ച് സീരിയസ് ആയിട്ട് ഇല്ലായിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പരിചരിക്കുന്ന നഴ്സ് അദ്ദേഹത്തിന്റെ മുകളിൽ അവർക്കുള്ള ആ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്ട് എന്താണ് വോയിഡബിൾ ആണ്. ഇവിടെ എന്താണ് ചെയ്യണം, ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളുടെ മുകളിൽ ഒരു ഡോമിനന്റ് പൊസിഷൻ ഉണ്ടായിരിക്കണം. മറ്റേ ആൾ എന്ത് ചെയ്യണം, ആ ഡോമിനന്റ് പൊസിഷൻ ആള് അത് അൺഫെയർ അഡ്വാൻറ്റേജിന് വേണ്ടി ഉപയോഗിച്ചിരിക്കണം. അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈക്ക് ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് രണ്ട് വ്യക്തികൾക്കും ഈക്വൽ ഫോട്ടിങ്ങിൽ അവകാശം സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു സമയത്ത് കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ആൾ കുറച്ച് സ്ട്രെങ്ത് ഉള്ള ഒരാളെ നിർബന്ധിച്ചൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ദെൻ ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്. ഒരു കോൺട്രാക്ട് വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് ലീഗൽ ആയിരിക്കണം. സെക്ഷൻ 10 ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്റ്റുകളാണ്. ആൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്സ്. എപ്പോഴായിരിക്കണം അത്? എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്റ്റ് ആണ് എപ്പോ അത് ഒരു ഫ്രീ കൺസെന്റ് ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെന്റ് ആയിരിക്കണം അതിലുണ്ടാകേണ്ടത്. അതിലെ പാർട്ടികൾ കോമ്പറ്റന്റ് ടു കോൺട്രാക്ട് ആയിരിക്കണം. അതിന്റെ കൺസിഡറേഷൻ ലീഗൽ ആയിരിക്കണം ആൻഡ് ലോഫുൾ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അപ്പൊ സെക്ഷൻ 10 പ്രകാരം ഏതാണ് കോൺട്രാക്ട് എന്നുള്ളതാണ്. ഒരു സെക്ഷൻ 10 പ്രകാരം ദ റിക്വസിറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്റ്റുകളാണ് ഇഫ് ദാറ്റ് എഗ്രിമെന്റ് ഇസ് എൻറ്റേർഡ് വിത്ത് ഫ്രീ കൺസെന്റ് between parties competent to contract for lawful consideration with a lawful object. സോ ഡെഫിനറ്റ്ലി എന്താണ്, കൺസിഡറേഷനും ഒബ്ജക്റ്റും ലോഫുൾ ആണെങ്കിൽ മാത്രമേ കോൺട്രാക്റ്റ് ഉള്ളൂ. ഒരു കോൺട്രാക്റ്റിൽ ലോഫുൾ അല്ലാത്തൊരു ഒബ്ജക്റ്റീവ് ആണെങ്കിൽ അതെന്താണ്, അത് ഒരു കോൺട്രാക്റ്റ് അല്ല. സെക്ഷൻ 23 ഇതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 23 പറയുന്നത് ഒരു കോൺട്രാക്റ്റിന്റെ കൺസിഡറേഷൻ ഒബ്ജക്റ്റീവ് ലോഫുൾ ആണ് എല്ലാ സിറ്റുവേഷനിലും, അൺലെസ് ഇറ്റ് ഈസ്, അല്ലെങ്കിൽ അതെന്തായിരിക്കണം, അത് ഫോർബിഡൻ ബൈ ലോ ആയിരിക്കണം. അത് ഏതെങ്കിലും തരത്തിൽ അനുവദിക്കുകയാണെങ്കിൽ നിയമത്തിന്റെ പ്രൊവിഷൻസിനെ ഡിഫീറ്റ് ചെയ്യുന്നതായിരിക്കണം. അത് ഫ്രോഡ്ലന്റ് ആയിരിക്കണം, ഫോർബിഡൻ ബൈ ലോ. ഇഫ് ഇറ്റ് ഈസ് പെർമിറ്റഡ് അതെന്തായിരിക്കണം, ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ലോ. 3 അത് ഫ്രോഡ്ലന്റ് ആയിരിക്കണം. 4 എന്താണ്, ഏതെങ്കിലും തരത്തിൽ അതെന്തായിരിക്കണം, ഇൻവോൾവ്സ് ഓർ ഇംപ്ലൈസ്. ഇൻവോൾവ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നു, ഇംപ്ലൈസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരു ഇഞ്ചുറി, ഒരു വ്യക്തിക്ക് ഇഞ്ചുറി ഉണ്ടാക്കാൻ, അയാൾക്ക് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ഇഞ്ചുറി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദ കോർട്ട് റിഗാർഡ്സ് ഇറ്റ് ഈസ് ഇമ്മോറൽ ഓർ ഓപ്പോസ് ടു പബ്ലിക് പോളിസി. അല്ലെങ്കിൽ അത് കോടതി അത് ഇമ്മോറൽ ആണെന്നോ പബ്ലിക് പോളിസിക്ക് എഗൻസ്റ്റ് ആണെന്നോ കോടതി തീരുമാനിക്കണം. സെക്ഷൻ 23 പ്രകാരം എപ്പോഴാണ് ഒരു എന്താ പറയുന്നത്, പ്രൊവൈഡ്സ് ദാറ്റ് ദ കൺസിഡറേഷൻ ഓർ ഒബ്ജക്ട് ഓഫ് എൻ എഗ്രിമെന്റ് ഈസ് ലോഫുൾ അൺലെസ് ഇറ്റ് ഈസ്. താഴെ പറയുന്ന സിറ്റുവേഷനിൽ അല്ലാതെ ബാക്കിയുള്ള എല്ലാ സിറ്റുവേഷനിലും അതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ലോഫുൾ ആണെന്ന് കോടതി സമ്മതിക്കും എന്നാണ് 23 പറയുന്നത്. അപ്പൊ താഴെ പറയുന്ന സിറ്റുവേഷനിൽ അവരുടെ അതിന്റെ കൺസിഡറേഷൻ ഒബ്ജക്റ്റീവ് എന്തല്ല, ലോഫുൾ അല്ല. ഏതൊക്കെയാണ്? ഒന്ന്, നിയമം അത് ഫോർബിഡൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അത് അനുവദിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, അത് ഏതെങ്കിലും പ്രൊവിഷൻ ഓഫ് ലോനെ ഡിഫീറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ. 3 അത് ഫ്രോഡ്ലന്റ് ആണെങ്കിൽ. 4 ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിക്കോ വ്യക്തിയുടെ അസറ്റിനോ അതെന്തുണ്ടാക്കുന്നു, ഇഞ്ചുറി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ. 4 കോടതി അത് ഇമ്മോറൽ ആണ് അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒബ്ജക്റ്റീവ് ഉള്ള കോൺട്രാക്റ്റുകൾ അൺലോഫുൾ ഒബ്ജക്റ്റീവ് ഉള്ള കോൺട്രാക്റ്റ് ആണ്, അത് വോയിഡ് ആണ്. വോയിഡ് ആൻഡ് ഇല്ലീഗൽ കോൺട്രാക്ട് ആൾറെഡി ഞാൻ പറഞ്ഞതാണ്. വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് ഡെസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ എഫക്ട്സ് ഓൾ ടുഗദർ. ഒരു തരത്തിലുള്ള ലീഗൽ ഇമ്പാക്റ്റും ഇല്ലാതെ ലീഗൽ എഫക്റ്റും ഇല്ലാത്ത കോൺട്രാക്റ്റുകളാണ് വോയിഡ് കോൺട്രാക്ട്. ഒരു ഇല്ലീഗൽ കോൺട്രാക്റ്റിനും ഒരു ലീഗൽ എഫക്റ്റ് ഇല്ല. കാരണം എന്താണ്, ആ പാർട്ടികൾ തമ്മിൽ ഒരു ലീഗൽ എഫക്റ്റും ഇല്ല. ബട്ട് ആസ് ഫർദർ എഫക്ട് ഓഫ് ടേന്റിംഗ് ദ കൊളാറ്ററൽ കോൺട്രാക്ട്സ് ആൾസോ വിത്ത് ഇല്ലീഗാലിറ്റി. അതുപോലെ തന്നെ ബട്ട് ഹാസ് ഫർദർ ഇഫക്ട് ഓഫ് ടേന്റിംഗ് ദ കൊളാറ്ററൽ കോൺട്രാക്ട്സ് ആൾസോ വിത്ത് ഇല്ലീഗാലിറ്റി. ഒരു ഇല്ലീഗൽ കോൺട്രാക്റ്റിന്റെ മുകളിൽ അതിന്റെ ബേസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ കോൺട്രാക്ട്സ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കോൺട്രാക്ട് ഇല്ലീഗൽ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കോൺട്രാക്റ്റും ഇല്ലീഗൽ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു എ ബിയിൽ നിന്നും 1000 രൂപ വാങ്ങുന്നു. എന്തിനു വേണ്ടി? സിക്ക് കടം കൊടുക്കുന്നത് വേണ്ടി. സി ആരാണ്? മൈനർ ആണ്. സോ കോൺട്രാക്ട് ബിറ്റ്വീൻ എ ആൻഡ് സി ഈസ് വോയിഡ്. എ ബിയോട് പറയുന്നു, നിങ്ങൾ എനിക്കൊരു 1000 രൂപ തരൂ. അപ്പോൾ ആ 1000 രൂപ എ എന്തിനാ വാങ്ങുന്നത്? സി എന്ന് പറയുന്ന മൈനർക്ക് കടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ എയും ബിയും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്, എയും സിയും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്. എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് വാലിഡ് ആണ്. യൂഷ്വലി എയും സിയും തമ്മിലുള്ള കോൺട്രാക്ട് വോയിഡ് ആണ്. പക്ഷെ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിക്ക് ബട്ട് ബി ക്യാൻ നെവർത്തലെസ് റിക്കവർ ദ മണി ഫ്രം എ. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് എ പറയാണ് ബിക്ക് എയിൽ നിന്നും പണം തിരിച്ചു വാങ്ങാം, നോ ഡൗട്ട്. പക്ഷെ എ പറയുകയാണ് 1000 രൂപ ബിയിൽ നിന്ന്
ടു ബൈ എ പിസ്റ്റൾ ടു ഷൂട്ട് സി. എ ബിയോട് പറയാണ് എനിക്കൊരു തോക്ക് വാങ്ങണം, അതുവഴി എനിക്ക് സിയെ വെടിവെക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടിയിട്ടാണ്, അതിന് 1000 രൂപ തരൂ എന്ന് പറയാണ്. ദ ക്വസ്റ്റ്യൻ വെദർ ബി ക്യാൻ റിക്കവർ ദ മണി. ഡെഫിനറ്റ്ലി അത് ബിക്ക് ആ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ളത്, ബിക്ക് ആ തോക്ക് വാങ്ങുന്നതിനാണെന്ന് അറിയാമായിരുന്നുവെങ്കിൽ, അത് സിയെ ഷൂട്ട് ചെയ്യാനുള്ള തോക്ക് വാങ്ങുന്നതിനാണെന്ന് അറിയാമായിരുന്നുവെങ്കിൽ അതൊരിക്കലും എന്താണ്, ആ പണം ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. അത് നിർബന്ധമാണ്. സോ അത് ആ ഇല്ലീഗൽ ആകണമെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടും എന്താണ്, അത് എന്താണ്, ആർ വോയിഡ്, ബട്ട് വോയിഡ് എഗ്രിമെന്റ്സ് ആർ നോട്ട് നെസസറിലി ഇല്ലീഗൽ. അത് ഇല്ലീഗൽ എഗ്രിമെന്റ് ആകണമെന്നെങ്കിൽ മറ്റേ പാർട്ടിക്ക് ആയിരിക്കണം. സോ നമുക്കൊരു കാര്യം പറയാം, അതായത് ഇല്ലീഗൽ എഗ്രിമെന്റ്സ് എല്ലാം വോയിഡ് ആണ്, പക്ഷെ എല്ലാ വോയിഡ് എഗ്രിമെന്റ്സും ഇല്ലീഗൽ ആണ് എന്ന് പറയണമെന്നില്ല. Okay, I got a message. I have to just look onto that. That's all. കോൺസിക്വൻസസ് ഓഫ് ഇല്ലീഗൽ എഗ്രിമെന്റ്സ്. ഒരു ഇല്ലീഗൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. സോ ഇല്ലീഗൽ എഗ്രിമെന്റ് വോയിഡ് ആണ്. നോ ആക്ഷൻ ക്യാൻ ബി ബ്രോട്ട് ബൈ എ പാർട്ടി ഓൺ ഇല്ലീഗൽ എഗ്രിമെന്റ്സ്. ഒരു ഇല്ലീഗൽ എഗ്രിമെന്റ് പ്രകാരം ഒരു പാർട്ടി, അതിൽ ഒരു പാർട്ടിക്കും ഒരു തരത്തിലുള്ള ആക്ഷനും എടുക്കാൻ പറ്റത്തില്ല. And like money paid or property transferred under illegal agreement cannot be recovered. ഒരു ഇല്ലീഗൽ എഗ്രിമെന്റ് പ്രകാരം പണം കൊടുക്കുകയോ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. Then where an agreement consists of two parts, one part legal and one part illegal, and the legal part is separable from illegal one, the court will enforce the legal one. ഇനി ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഒരു ലീഗൽ ഭാഗവും ഒരു ഇല്ലീഗൽ ഭാഗവും ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇല്ലീഗൽ ഭാഗം മാത്രം എന്താണ് വേണ്ടെന്ന് വെച്ചിട്ട് ലീഗൽ ഭാഗം എൻഫോഴ്സ് ചെയ്യാൻ പറയാൻ കോടതിക്ക് അവകാശമുണ്ട്. Then any agreement which is collateral to an illegal agreement is also tainted. ഇനി ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് ഉണ്ട്, അതൊരു ഇല്ലീഗൽ എഗ്രിമെന്റിന്റെ കൊളാട്രൽ അല്ലെങ്കിൽ അതൊരു ഇല്ലീഗൽ എഗ്രിമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന കോൺട്രാക്ട് ആണെങ്കിൽ അതിനും എന്തുണ്ട്, ഇല്ലീഗാലിറ്റി ഉണ്ട്, അതിന് ഇല്ലീഗൽ ആയിട്ട് കണക്കാക്കാം. അത് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അത് ലീഗലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ്രിമെന്റ്, അതൊരു ഇല്ലീഗൽ എഗ്രിമെന്റിനോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ ആ പ്രോബ്ലം ആ എഗ്രിമെന്റിനും കിട്ടും. രണ്ട് എഗ്രിമെന്റുകളും ഇല്ലീഗലായിട്ട് കണക്കാക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഒരു ഇല്ലീഗൽ എഗ്രിമെന്റിന്റെ പ്രോബ്ലം എന്താണ്. ഒരു ഇല്ലീഗൽ എഗ്രിമെന്റ് എന്താണ്, എൻറ്റയർലി വോയിഡ് ആണ്. ആ ഇല്ലീഗൽ എഗ്രിമെന്റ് പ്രകാരം ഒരു നിയമപരമായിട്ടുള്ള ആക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കില്ല. മണി പെയ്ഡ്, ഏതെങ്കിലും പണം നമ്മൾ ഇല്ലീഗൽ എഗ്രിമെന്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ, പ്രോപ്പർട്ടി കൊടുക്കുകയോ ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഒരു ഇല്ലീഗൽ എഗ്രിമെന്റ് രണ്ട് ഭാഗമുണ്ട്, ഒരു ഭാഗം ലീഗലും ഒരു ഭാഗം ഇല്ലീഗലുമാണെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ ആ ലീഗൽ ഭാഗം എൻഫോഴ്സ് ചെയ്യുന്നതിന് പറയാനുള്ള അധികാരം കോടതിക്കുണ്ട്. ദെൻ എനി എഗ്രിമെന്റ് വിച്ച് ഈസ് കൊളാട്രൽ ടു എൻ ഇല്ലീഗൽ എഗ്രിമെന്റ്, ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് ഒരു ഇല്ലീഗൽ എഗ്രിമെന്റിന്റെ ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് ഒരു ഇല്ലീഗൽ എഗ്രിമെന്റ് കൊളാട്രൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ കോൺട്രാക്റ്റിനും അത് അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് ഇല്ലീഗൽ, അതിനും എന്ത് കിട്ടുന്നു, അതിനും എന്താണ് ഇല്ലീഗലിന്റെ സ്റ്റാറ്റസ് കിട്ടുന്നു, അതും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. Then agreements void as being opposed to public policy. ഏതൊക്കെ അഗ്രിമെന്റുകളാണോ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കുന്നത് അതും വോയിഡ് ആയിട്ട് കണക്കാക്കും. പബ്ലിക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പല സിറ്റുവേഷൻസിലും നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങളെ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറാം. എഗ്രിമെന്റ്സ് പല സമയത്തും എങ്ങനെയായിരിക്കാം, യുദ്ധസമയത്ത് എൻ്റർ ചെയ്യുന്ന എഗ്രിമെന്റുകളായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നീതിന്യായ വ്യവസ്ഥയെ അബ്യൂസ് ചെയ്യുന്ന എഗ്രിമെന്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൺറീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഒരാളുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന എഗ്രിമെന്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഇൻകൺവീനിയന്റ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്ന എഗ്രിമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാരുടെ ഫ്രീ ചോയ്സിനെ, ഉദാഹരണം കല്യാണം കഴിക്കാനുള്ള ഫ്രീ ചോയ്സിന് മുകളിൽ ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്ന എഗ്രിമെന്റുകളായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു നിയമപരമായിട്ട് ഒരു ബിസിനസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന എഗ്രിമെന്റ്, ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം, പബ്ലിക് പോളിസിക്ക് എഗ്രിമെന്റ് ആയിരിക്കാം. സോ അത് ശരിക്കും നമുക്ക് എന്താണ് ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് പറയാൻ പറ്റില്ല. സമയാസമയങ്ങളിൽ ആ ടൈപ്പ് ഓഫ് എഗ്രിമെന്റ്സ് അനുസരിച്ചിട്ടാണ് അത് ഇല്ലീഗൽ എഗ്രിമെന്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ
മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗൻസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നത്. പബ്ലിക് പോളിസി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നിയമത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ പ്രസിഡൻസ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനങ്ങൾക്ക്, കാരണം ഒരു ലിസ്റ്റ് ഓഫ് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഖേരുലാൽ പരാഗ് വേഴ്സസ് മഹാദിയോ ദാസ് മയ്യ എന്നുള്ള കേസിലാണ് അത് പറയുന്നത്. ദ ഡോക്ട്രിൻ ഓഫ് പബ്ലിക് പോളിസി ഇസ് നോട്ട് ടു ബി എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ ക്ലാസസ് ഓർ ക്ലാസസ് ആൾറെഡി കവേർഡ് ബൈ ഇറ്റ് ആൻഡ് നോ കോർട്ട് കാൻ ഇൻവെന്റ് എ ന്യൂ ഹെഡ് പബ്ലിക് പോളിസി. ഈ ലോർഡ് ഹാൾസ്ബറി പറഞ്ഞത് ഒരു ഡോക്ട്രിൻ ഓഫ് പബ്ലിക് പോളിസി എന്ന് പറയുന്നത് ഒരു ആൾറെഡി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത ക്ലാസസ് ഓഫ് പബ്ലിക് പോളിസി ഉണ്ടായിരിക്കാം. അതല്ലാതെ പുതിയ ഒരു കാര്യം പബ്ലിക് പോളിസി ആയിട്ട് കൊണ്ടുവരാൻ കോടതികൾക്ക് അവകാശമില്ല എന്ന് പറയുന്നു. എന്നാൽ ഹൗസ് ഓഫ് ലോർഡ്സ് പബ്ലിക് പോളിസി എപ്പോഴും അൺസേഫ് ആണ്, ട്രെക്കറസ് ആണ് ലീഗൽ ഡിസിഷൻസിൽ. കാരണം പബ്ലിക് പോളിസി ഫോർ സംബഡി ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി, ഫോർ സംബഡി ഇറ്റ് മെ നോട്ട് ബി അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി. അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാണ് ആര് പറയുന്നത്, ഹൗസ് ഓഫ് ലോർഡ്സ് പറയുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ കോർട്ട് ടു ഇവോൾവ് എ ന്യൂ ഹെഡ് ഓഫ് പബ്ലിക് പോളിസി ഇറ്റ് ഷുഡ് ബി ഡൺ അണ്ടർ എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റാൻസസ്. പക്ഷെ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ലോർഡ് ഹാൾസ്ബറി പറഞ്ഞതിനോട് നമുക്ക് ചെറിയൊരു വിയോജിപ്പ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് പോളിസി എന്ന് പറയുന്നത് ഇവോൾവിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോടതികൾക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ ആവശ്യമായ സ്ക്രൂട്ടിനി ചെയ്തതിനു ശേഷം ഒരു പബ്ലിക് പോളിസി എക്സ്ട്രാordinary സർക്കംസ്റ്റാൻസസിൽ ഒരു പുതിയ പബ്ലിക് പോളിസി ഇവോൾവ് ചെയ്യാവുന്നതാണ്. ദെൻ താഴെ പറയുന്ന എഗ്രിമെന്റുകളൊക്കെ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കാണുന്നു. ഒരാളുടെ പാരന്റൽ റൈറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതായത് ഒരാൾക്ക് അയാളുടെ മകനെ കസ്റ്റഡി കിട്ടാൻ, കുട്ടിയുടെ കസ്റ്റഡി കിട്ടാനുള്ള, മകളുടെ കസ്റ്റഡി കിട്ടാനുള്ള എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതെന്താണ്, പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ്. എഗ്രിമെന്റ് റിസ്ട്രെയിൻ ഓഫ് മാരേജ്, കല്യാണം കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇന്നാളെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ആണെങ്കിൽ അത് പബ്ലിക് പോളിസിക്ക് എതിരാണ്. മാരേജ് ബ്രോക്കറേജ് ആൻഡ് ബ്രോക്കറേജ്, കല്യാണവുമായി ബന്ധപ്പെട്ട ബ്രോക്കറേജ് എഗ്രിമെന്റുകൾ, മാരേജ് ബ്രോക്കറേജ് എഗ്രിമെന്റുകൾ എന്താണ്, അത് മാരേജ് ബ്രോക്കറേജ് ആൻഡ് മാരേജ് ബ്രോക്കറേജ് എഗ്രിമെന്റ്സ് അത് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ്. ദെൻ ഒരാളുടെ പേഴ്സണൽ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള ഏതെങ്കിലും എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ്. ഏതെങ്കിലും റെസ്ട്രെയിൻ ട്രേഡ്, അതായത് ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെന്റ് എഴുതിക്കുകയാണെങ്കിൽ അതും എന്താണ്, പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ്. ഏതൊക്കെയാണ് കോമൺ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഗ്രിമെന്റുകൾ? ഒന്ന്, ഒരു പാരന്റൽ റൈറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഗ്രിമെന്റ്, കല്യാണം കഴിക്കാനുള്ള അവകാശത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഗ്രിമെന്റ്, കല്യാണ ബ്രോക്കറേജ് എഗ്രിമെന്റ്, കല്യാണ ബ്രോക്കറേജ് അല്ലെങ്കിൽ കല്യാണ ബ്രോക്കറേജ് എഗ്രിമെന്റ്, അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഫ്രീഡത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഗ്രിമെന്റ്, അതുപോലെ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റുകളെല്ലാം എന്താണ്, പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഗ്രിമെന്റുകളാണ്. അടുത്തത് വേജറിംഗ് എഗ്രിമെന്റ് ആണ്. സെക്കൻഡ്, വേജറിംഗ് എഗ്രിമെന്റ്. വേജറിംഗ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ് വേജർ എന്ന് പറഞ്ഞാൽ? വേജർ എന്ന് പറഞ്ഞാൽ ബെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ബെറ്റിംഗ് ലീഗൽ ആണോ എന്നാണ്. ബെറ്റ് വെക്കുക, നമ്മൾ ബെറ്റിംഗ് ആപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാകാം. ബെറ്റിംഗുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റുകളാണ് വേജറിംഗ് എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞാൽ. എന്താണ് വേജറിംഗ് എഗ്രിമെന്റ്സ് പറഞ്ഞാൽ? സാധാരണ കേസിൽ ഒരു ബെറ്റിംഗ് എഗ്രിമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, എയും ബിയും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. ഇഫ് ഇംഗ്ലണ്ടിന്റെ ടീം ഈ ക്രിക്കറ്റ് മാച്ചിൽ വിജയിക്കുകയാണെങ്കിൽ എ ബിക്ക് 100 രൂപ കൊടുക്കാം, ആൻഡ് അത് തോൽക്കുകയാണെങ്കിൽ ബി എക്ക് 100 രൂപ കൊടുക്കണം എന്നൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. ഇതൊരു വേജറിംഗ് എഗ്രിമെന്റ് ആണ്. ഇതിൽ എന്താണ്, നത്തിങ് ക്യാൻ ബി റിക്കവേർഡ് ബൈ വിന്നിംഗ് പാർട്ടി അണ്ടർ ദി എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് പ്രകാരം അഥവാ ആൾ ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ കോടതിയിലൂടെ ആ എഗ്രിമെന്റ് നടത്തിയെടുക്കാൻ സാധിക്കില്ല. ഒരു ബെറ്റിംഗ് എഗ്രിമെന്റ് നള്ളിറ്റിയാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മാച്ചിൽ ഇന്ത്യ ജയിക്കും. ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് 100 രൂപ തരണം, ഇന്ത്യ തോൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 100 രൂപ തരാമെന്ന് പറഞ്ഞ് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ ബെറ്റിംഗ് എഗ്രിമെന്റ് അല്ലെങ്കിൽ വേജറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നു. അതിൽ ഇന്ത്യ ജയിച്ചാലും ഇംഗ്ലണ്ട് ജയിച്ചാലും ഈ എഗ്രിമെന്റ് പ്രകാരം രണ്ട് പാർട്ടിക്കും ഒന്നും നടത്തിയെടുക്കാൻ സാധിക്കില്ല. സോ എസൻസ് ഓഫ് ഗെയിമിംഗ് ആൻഡ് വേജറിംഗ് ഇസ് ദാറ്റ് ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോൽക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ അൺസർട്ടൺ ആണ് ഇത് എന്താണ്, അത് ഒരിക്കലും എങ്ങനെ എന്ത് സംഭവിക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കുകയും ഒരു പാർട്ടി തോൽക്കുകയും ചെയ്യും. സോ ഡെഫിനറ്റ്ലി ഇതെന്താണ്, രണ്ടു പേർക്കും വിജയിക്കാനുള്ള സാധ്യതയുള്ള എഗ്രിമെന്റ് ആണ് ഈ ബെറ്റിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. വേജറിംഗ് എഗ്രിമെന്റുകൾ വോയിഡ് ആണ്.
ഇന്ത്യയിൽ ബോംബെയിലല്ലാതെ എക്സെപ്റ്റ് ഇൻ മുംബൈ വേജറിംഗ് എഗ്രിമെന്റ്സ് ആർ വോയിഡ്. ഇന്ത്യയിലല്ലാതെയുള്ള എല്ലാ സ്ഥലത്തും വേജറിംഗ് എഗ്രിമെന്റ് വോയിഡ് ആണ്. ബോംബെയിൽ മുംബൈയിൽ എന്താണ്, മുംബൈയിൽ അത് ഇല്ലീഗലാണ്. മുംബൈ എന്ന് പറഞ്ഞ മഹാരാഷ്ട്ര അല്ല കേട്ടോ, പാലക്കാട് എറണാകുളം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. മുംബൈ എന്ന് പറയുന്ന സ്ഥലത്ത്, മുംബൈ കോർപ്പറേഷന്റെ കീഴിൽ എന്താണ്, മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഇതെന്താണ്, ഇല്ലീഗലാണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും വോയിഡ് ആണ്. സോ എന്താണ് അത് മുംബൈയിലെ ഒരു വേജറിംഗ് എഗ്രിമെന്റ് ഇല്ലീഗൽ ആയതുകൊണ്ട് ഇത് വോയിഡ് മാത്രമല്ല, ഇതിന് എന്താണ് ഒരു കൊളാട്രൽ എഗ്രിമെന്റ്സും വോയിഡ് ആണ്. അതേസമയം മറ്റുള്ള സ്ഥലങ്ങളിൽ അതെന്താണ്, വോയിഡ് ആണ്, അത് ഇല്ലീഗൽ അല്ല. അതുകൊണ്ട് എന്താണ്, അതിന്റെ കൊളാട്രൽ എഗ്രിമെന്റ്സ് എന്തല്ല, വോയിഡ് അല്ല, ഇല്ലീഗൽ അല്ല. എ ബെറ്റ് വിത്ത് ബി, എ ബിയോട് ബെറ്റ് വെക്കുന്നു എന്ന് തോൽക്കുന്നു. ദെൻ അപ്ലൈസ് ടു സി ഫോർ എ ലോൺ, അതിനുവേണ്ടി സിയോട് ആ പൈസ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ലോണിന് അപ്ലൈ ചെയ്യുന്നു. അയാള് ആ പൈസ വാങ്ങിയിട്ട് ബിക്ക് അവരുടെ പൈസ തിരിച്ചു കൊടുക്കുന്നു. സി കനോട്ട് റിക്കവർ ഫ്രം എ ബിക്കോസ് ദിസ് മണി പെയ്ഡ് അണ്ടർ ഓർ ഇൻ റെസ്പെക്ട് ഓഫ് വേജറിംഗ് ട്രാൻസാക്ഷൻ വിച്ച് ഈസ് ഇല്ലീഗൽ ഇൻ മുംബൈ. വളരെ രസകരമായിട്ടുള്ള എക്സാമ്പിൾ ആണത്. അതായത് ബോംബെയിലുള്ള എയും ബിയും സിയും, എ ബിയോട് ഒരു ബെറ്റ് വെക്കുന്നു, ആൻഡ് എ തോൽക്കുന്നു. എ തോറ്റതിന് ശേഷം അതിന്റെ പണം കിട്ടുന്നതിന് വേണ്ടി, പണം കൊടുക്കുന്നതിന് വേണ്ടി സി എന്ന് പറയുന്ന ആളിൽ നിന്നും ലോൺ എടുക്കുന്നു. ആ ലോൺ എടുത്തിട്ട് ആ പണം കൊണ്ട് എന്ത് ചെയ്യുന്നു, ബിക്ക് പണം കൊടുക്കുന്നു. ഇവിടെ സിക്ക് എയും ബിയും തമ്മിലുള്ള പണം കൊടുത്തു തീർക്കൽ കഴിഞ്ഞു. പണം കൊടുത്തത് സിയിൽ നിന്നും ലോൺ എടുത്തിട്ടാണ്. ബെറ്റിംഗ് ഇല്ലീഗലാണ്. അതായത് ബിക്ക് എക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ആ കേസ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ എ എന്ത് ചെയ്തു, സിയിൽ നിന്നും പണം കടം വാങ്ങിയിട്ട് ബിക്ക് കൊടുത്തു. ഇനി ഇവിടുത്തെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ എ പണം തിരിച്ച് സിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ സിക്ക് എക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യത്തിന്. പറ്റില്ല എന്നൊരു ഉത്തരമാണ്. അതായത് സിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ വേജറിംഗ് എഗ്രിമെന്റുകൾ മാത്രമല്ല, വേജറിംഗ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൊളാട്രൽ എഗ്രിമെന്റ്സ് എല്ലാം വോയിഡ് ആണ്. കാരണം ഇന്ത്യയിലല്ല, ബോംബെ ഇറ്റ് ഈസ് ഇല്ലീഗൽ. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, ഇന്ത്യയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് വോയിഡ് എഗ്രിമെന്റ് ആര് തമ്മിലാണ്, എയും ബിയും തമ്മിൽ എഗ്രിമെന്റ് ആണ് വോയിഡ്. അതുകൊണ്ട് തന്നെ എ സിയിൽ നിന്ന് പണം വാങ്ങി ബിക്ക് കൊടുത്തത് സിക്ക് വേണമെങ്കിൽ എയിൽ നിന്നും റിക്കവർ ചെയ്യാൻ പറ്റും. ബോംബെയിൽ ഇല്ലീഗൽ ആയതുകൊണ്ട് പറ്റില്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ അത് പറ്റും. സംടൈംസ് കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് വേജറിംഗ് കോൺട്രാക്ട് പോലെ ആയിരിക്കും. അതൊരു വേജറിംഗ് കോൺട്രാക്ട് ആണോ അല്ലയോ എന്നുള്ളത് അത് ആ ഓരോ കോൺട്രാക്റ്റും നമ്മൾ വായിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ, ജെനുവിൻ കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് വേജർ അല്ല, അല്ലെങ്കിൽ അതിനൊരു വേജറിംഗ് എഗ്രിമെന്റ് ആയിട്ട് കണക്കാക്കും. Where delivery of the goods sold is intended to be given and taken, it is a valid contract. Where only the differences are intended to be paid, it will be a wagering contract or unenforceable. നിങ്ങൾ ഒരു സാധനം ഒരാൾക്ക് വിൽക്കുന്നു, വേറെ ഒരാളിന് പേയ്മെന്റ് കിട്ടുന്നു എന്നുള്ളതാണെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും എന്താണ്, സാധാരണ കമേഴ്ഷ്യൽ കോൺട്രാക്ട് ആണ്. എന്നാൽ ഒരാളിൽ നിന്നൊരു സാധനം വിൽക്കുന്ന ഒരു കോൺട്രാക്ട് എൻറ്റർ ചെയ്യുന്നു, പക്ഷെ അതിന്റെ ലാഭമോ നഷ്ടമോ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതെങ്കിൽ അതെന്താണ്, വേജറിംഗ് കോൺട്രാക്ട് ആണ്. ഏതൊക്കെയാണ് വോയിഡ് കോൺട്രാക്റ്റുകൾ? ഇതാരെ പറയുന്നവ വോയിഡ് കോൺട്രാക്ട് ആയിട്ട് കണക്കാക്കും. ഒരു മൈനറുമായിട്ട്, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ്, നിയമപ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് ഒരു കോൺട്രാക്ട് ബന്ധപ്പെട്ടാൽ, മൈനർ, അൺസൗണ്ട് മൈൻഡ്, ലീഗലി ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് ഒരാളുമായിട്ട് കോൺട്രാക്ട് എൻ്റർ ചെയ്താൽ അതെന്താണ്, വോയിഡ് എഗ്രിമെന്റ് ആണ് സെക്ഷൻ 11 പ്രകാരം. ഇനി ഏതെങ്കിലും തരത്തിൽ സെക്ഷൻ 20 പ്രകാരം മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് മെറ്റീരിയൽ ടു ദ എഗ്രിമെന്റ്, ആ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാക്ടില് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് പ്രകാരമാണ് ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തെങ്കിൽ അതും എന്താണ്, വോയിഡ് കോൺട്രാക്ട് ആണ്. ദെൻ അൺലോഫുൾ ഒബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 23 പ്രകാരം വോയിഡ് കോൺട്രാക്ട് ആണ്. ദെൻ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവിന് വേണ്ടി ഒരൊറ്റ കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സെവറൽ കൺസിഡറേഷനിലെങ്കിലും ഒരെണ്ണമെങ്കിലും അൺലോഫുൾ ആണെങ്കിൽ ആ എഗ്രിമെന്റ് വോയിഡ് ആണ്. അതായത് നമ്മൾ ഒരു കൺസിഡറേഷൻ പറയുന്നു, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, ഇല്ലീഗൽ, അവോയ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ അതാണ് one or any part of one of several consideration or single object is unlawful, the total agreement is void. സെക്ഷൻ 24 പറയാണ്,
സെക്ഷൻ 25 നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എൻ എഗ്രിമെന്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ സബ്ജക്ട് ടു 3 എക്സെപ്ഷൻ. കൺസിഡറേഷൻ ഇല്ലാത്ത, അതായത് ഫാമിലി, ലവ് ആൻഡ് അഫെക്ഷൻ അതൊക്കെ ഒഴിച്ചിട്ടുള്ള സെക്ഷൻ 25 പ്രകാരം കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു എഗ്രിമെന്റ് വോയിഡ് ആണ്. സെക്ഷൻ 26 ഇൻ റെസ്ട്രെയിൻ ഓഫ് മാരേജ് വോയിഡ് ആണ്. ആൻഡ് സെക്ഷൻ 27 ഇൻ റെസ്ട്രെയിൻ ഓഫ് ട്രേഡ് വോയിഡ് ആണ്. സെക്ഷൻ 28 ലീഗൽ പ്രൊസീഡിങ്സിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന എഗ്രിമെന്റുകൾ വോയിഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഏത് എഗ്രിമെന്റിലാണോ എന്താണ് അത് എഗ്രിമെന്റ്സ് ദ മീനിങ്, അതിന്റെ അർത്ഥങ്ങളും ആ എഗ്രിമെന്റിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ, കോൺട്രാക്ട് ആണെങ്കിൽ അത് വോയിഡ് ആണ് സെക്ഷൻ 29 പ്രകാരം. സെക്ഷൻ 30 പ്രകാരം വേജറിംഗ് എഗ്രിമെന്റ് വോയിഡ് ആണ്. അത് ബോംബെയിലാണെങ്കിൽ ഇല്ലീഗൽ ആണ്. ദെൻ ഒരു എന്താണ്, ഇന്നൊരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്നു, ഭാവിയിൽ ഞാൻ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തോളാം, അതായത് ഭാവിയിൽ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തോളാം എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് നമ്മൾ ഇന്ന് വെക്കുകയാണെങ്കിൽ അത് വോയിഡ് ആണ്. ദെൻ എഗ്രിമെന്റ് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് എന്താണ്, വോയിഡ് ആണ് സെക്ഷൻ 56 പ്രകാരം. അപ്പോൾ വോയിഡ് എഗ്രിമെന്റുകൾ ഏതൊക്കെയാണ്? ഒരു മൈനർ അൺസൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആൾക്കാരുമായിട്ടുള്ള എഗ്രിമെന്റ്, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ്, അതുപോലെ തന്നെ അൺലോഫുൾ ഒബ്ജക്റ്റീവിന്റെ എഗ്രിമെന്റ്. ഒരു എഗ്രിമെന്റിൽ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് അൺലോഫുൾ ആണെങ്കിൽ ടോട്ടൽ എഗ്രിമെന്റ് വോയിഡ് ആണ്. ദെൻ കൺസിഡറേഷൻ ഇല്ലാത്തത് വോയിഡ് ആണ്. മാരേജിന് എതിരായിട്ടുള്ളത് വോയിഡ് ആണ്. ട്രേഡിന് എതിരായിട്ടുള്ളത് വോയിഡ് ആണ്. ലീഗൽ പ്രൊസീഡിങ്സ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ എഗ്രിമെന്റ് വോയിഡ് ആണ്. പിന്നെ അതുപോലെ ആ എഗ്രിമെന്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ അൺസർട്ടൺ ആണ്, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വോയിഡ് ആണ്. ദെൻ ഒരു ഭാവിയിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് ഇന്ന് എഗ്രിമെന്റ് എഴുതുകയാണെങ്കിൽ അത് വോയിഡ് ആണ്. ദെൻ എഗ്രിമെന്റ് ടു ഡു ആൻ ഇമ്പോസിബിൾ ആക്ട്, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യാനുള്ള എഗ്രിമെന്റ് ആണെങ്കിൽ അതും വോയിഡ് ആണ്. എപ്പോഴാണ് ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് വോയിഡ് ആയിട്ട് മാറുന്നത്? ഒരു എൻഫോഴ്സിബിൾ ബൈ ലോ, നിയമപ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു കോൺട്രാക്ട് ആണെങ്കിൽ അതിന്റെ തുടക്കം മുതലേ അതെന്താണ്, വോയിഡ് ആയിരിക്കും. ദെൻ ഏതെങ്കിലും ഒരു കാരണം when contract ceases to be enforced by law becomes void when it ceases to be enforceable. ഇനി ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നിയമപ്രകാരം അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാതെയായി മാറുകയാണെങ്കിൽ, എന്നാണോ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാതെയാകുന്നത് അന്ന് മുതൽ അത് വോയിഡ് ആണ്. ദെൻ ഒരു കോൺട്രാക്ട് എപ്പോഴാണ് വോയിഡ് ആകുന്നത്? ബൈ റീസൺ ഓഫ് സം ഇവന്റ്, ഏതെങ്കിലും ഒരു ഇവന്റ് നമുക്ക് പ്രോമിസർക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇവന്റ് ഉണ്ടാകുന്നു, അതുവഴി ആ കോൺട്രാക്ടിന്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആയി മാറുകയാണെങ്കിൽ അത് അന്ന് മുതൽ എന്തായിട്ട് മാറും, വോയിഡ് ആയിട്ട് മാറും. ഉദാഹരണം, നമ്മൾ ഈ കോൺട്രാക്ട് പ്രകാരം ഒരു സബ്ജക്ട് മാറ്റർ ആണ് അതിന്റെ ഒബ്ജക്റ്റീവ്, കൺസിഡറേഷൻ ആ സബ്ജക്ട് മാറ്റർ നശിച്ചു പോവുകയാണ്, നമ്മളുടെ കാരണം കൊണ്ടല്ലാണ്ട് നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല, അതെന്തായിട്ട് മാറും, വോയിഡ് ആയിട്ട് മാറും. ദെൻ ഇല്ലീഗൽ, സബ്സിക്വന്റ് ആയിട്ട് ആ കോൺട്രാക്ട് ഇല്ലീഗൽ ആയിട്ട് മാറുകയാണെങ്കിൽ, ഉദാഹരണം നമ്മൾ ഇപ്പോൾ ഒരു പാകിസ്ഥാനിലെ ഒരാളുമായിട്ടൊരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നു, പിന്നീട് പാകിസ്ഥാനെ ഇന്ത്യയുമായിട്ട് യുദ്ധം വരികയും ആ പാകിസ്ഥാൻ ഒരു എനിമി രാജ്യമായിട്ട് മാറുകയാണെങ്കിൽ കോൺട്രാക്ട് ഇല്ലീഗൽ കോൺട്രാക്ട് ആയിട്ട് മാറും. ദെൻ എ contingent contract to do or not to do anything if an uncertain future event happens becomes void if the event becomes impossible. ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ട് ആണ് ഒരു കാര്യം ചെയ്യുന്നതിന്. കണ്ടിൻജന്റ് എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഭാവിയിൽ ചെയ്യാനുള്ള കോൺട്രാക്ട്. കണ്ടിൻജന്റ് കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു എനിത്തിങ് ഇഫ് an uncertain future event happens. എന്തെങ്കിലും ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കാൻ സാധ്യത ഇല്ലാതായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതെ ആ കോൺട്രാക്ട് വോയിഡ് ആയിട്ട് മാറും. അതായത് ഞാനിന്ന് പറയുകയാണ്, അടുത്ത വർഷം നിങ്ങൾ എനിക്ക് 50 കൊയ്ത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നെല്ല് കിട്ടുമ്പോൾ 500 ടൺ നെല്ല് എനിക്ക് തരണം. അങ്ങനെ തരികയാണെങ്കിൽ 16 രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ ആ വർഷം ആ നെല്ല് മുഴുവനും നശിച്ചു പോവുകയാണെങ്കിൽ അവിടെ കണ്ടിൻജന്റ് കോൺട്രാക്ട് ആണ്, അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് വോയിഡ് ആയിട്ട് മാറും. വേറെ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ അഗ്രീവ്ഡ് പാർട്ടി, ദ കോൺട്രാക്ട് ബിക്കം വോയിഡ് വെൻ ദ ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, ആർക്കാണോ അഗ്രീവ്ഡ് പാർട്ടി, അദ്ദേഹത്തിന് ആ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാനുള്ള അവകാശമായി എഗ്രിമെന്റിൽ ഉണ്ടെങ്കിൽ ആ അഗ്രീവ്ഡ് പാർട്ടി ആ കോൺട്രാക്ട് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും, വോയിഡ് കോൺട്രാക്ട് ആയിട്ട് മാറും. അപ്പൊ കണ്ടിൻജന്റ് കോൺട്രാക്ടിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്താണെന്ന് പറയാം. സെക്ഷൻ 31 പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്നോ ചെയ്യില്ല എന്നോ പറയുന്ന ഒരു കോൺട്രാക്ട്. ഇപ്പോൾ ഇഫ് സം കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ, ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇന്ന കാര്യം ചെയ്യാമെന്നോ ചെയ്യില്ല എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടിൻജന്റ് കോൺട്രാക്ട്. രണ്ട് കാര്യങ്ങളും എന്താണ്, ഒന്നൊന്ന് ഡിപ്പെൻഡന്റ് ആണ്. എ ബിയോട് 10 ബെയിൽ ഓഫ് കോട്ടൺ 20,000 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നു. ബട്ട് ദ കണ്ടീഷൻ ഇസ് ദാറ്റ് അതെന്താണ്, അവരുടെ ഷിപ്പ് സേഫ് ആയിട്ട് വരണം. ഇതൊരു കണ്ടിൻജന്റ് കോൺട്രാക്ട് ആണ്. ഏതെങ്കിലും തരത്തിൽ ആ ഷിപ്പ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോട്ടൺ കൊടുക്കാൻ ആരും ഈ ഒരു ബാധ്യസ്ഥരല്ല. ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളൊക്കെ കണ്ടിൻജന്റ് കോൺട്രാക്റ്റുകളാണ്. കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ധാരാളം എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഓഫർ ഉണ്ടായിരിക്കണം, ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം, കപ്പാസിറ്റി ടു കോൺട്രാക്ട് ഉണ്ടായിരിക്കണം, കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ഫ്രീ കൺസെന്റ് ഉണ്ടായിരിക്കണം. പക്ഷെ ചില സമയത്ത് but sometimes the law implies a promise by imposing obligations on one party and conferring right in favor of the other, even where there is no offer, acceptance or no consensus ad idem, and in fact there is neither agreement or promise. ചില സമയങ്ങളിൽ ഈ പറയുന്ന ഫാക്റ്റുകൾ ഒന്നും അല്ലെങ്കിൽ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും നിയമം അവിടെ എന്ത് പറയും, അങ്ങനെ ഒരു കോൺട്രാക്ട് അവർ തമ്മിലുണ്ട് എന്ന് അനുമാനിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനത്തെ കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അതായത് ആ കോൺട്രാക്റ്റിൽ എന്തില്ല, ഓഫർ ഇല്ല, ആക്സെപ്റ്റൻസ് ഇല്ല, ഫ്രീ കൺസെന്റ് ഇല്ല, അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ല, ഇതൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നിയമം ചില സിറ്റുവേഷൻസിൽ അതിനെ ഒരു കോൺട്രാക്ട് ആയിട്ട്, വാലിഡ് കോൺട്രാക്ട് ആയിട്ട് അംഗീകരിക്കും. ഇതിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ്സ് റിസംബിളിംഗ് കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റബിൾ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരാൾ നിയമത്തിന്റെ വേറൊരാളുടെ നഷ്ടത്തിൽ അല്ലെങ്കിൽ വേറൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അയാൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല എന്നതാണ് ക്വാസി കോൺട്രാക്റ്റിൽ പറയുന്നത്. അവിടെ ഒരു കോൺട്രാക്ട് ഇല്ലെങ്കിൽ പോലും കോടതി അവിടെ ഒരു കോൺട്രാക്ട് ഉള്ളതായിട്ട് കണക്കാക്കും. ഇതൊരു കോൺട്രാക്റ്റേ അല്ല. ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ വിച്ച് ദ ലോ ക്രിയേറ്റ്സ്. ഇതൊരു കോൺട്രാക്റ്റേ അല്ല, നിയമം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ലിഗേഷൻ ആണ്. അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാകണമെന്നില്ല, അതല്ലെങ്കിൽ എന്താ പറയുക, ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻ ഉണ്ടാകണമെന്നില്ല, ഓഫർ ഉണ്ടാകണമെന്നില്ല, ആക്സെപ്റ്റൻസ് ഉണ്ടാകണമെന്നില്ല. ബട്ട് സ്റ്റിൽ ദാറ്റ് വിൽ ബി കോൾഡ് ആസ് എ കോൺട്രാക്ട് ബൈ ലോ. When any person is in the possession of somebody's money or equivalent, under such circumstances that in equity and good conscience you ought not to retain it, and which is in justice, fairness belongs to other. വേറൊരാളുടെ പൈസ നമ്മളുടെ കയ്യിലുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് അയാൾക്ക് അയാളുടേതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ അങ്ങനത്തെ ഒരു കോൺട്രാക്ട് ഉണ്ടോ? ഇല്ല. പക്ഷെ അത് നിയമം അതൊരു കോൺട്രാക്ട് ഉള്ളതായിട്ട് കണക്കാക്കും. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ കോൺട്രാക്ട് ഡിസ്ചാർജ് ആകുന്നത്, കോൺട്രാക്ട് ഇല്ലാതെയാകുന്നത്, ഡിസ്ചാർജ് ഓർ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്? ഇത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ, പക്ഷെ ഈ ഒരു പോർഷൻ. പക്ഷെ ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ക്ലാസ് പഠിക്കുമ്പോൾ ഇത് കണ്ടതുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾ ഇതിന്റെ MCQs നമ്മുടെ ചാനലിൽ പോയിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് www.arthacs.in നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഇതിന്റെ MCQs ഉണ്ട്, അത് വർക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മുടെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് മോട്ടിവേഷൻ ആണ്. ഇനി ഞാൻ എന്തിനായി 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലേ? സോ ഇറ്റ് ഈസ് ആൾവേസ് വെൽക്കം ദാറ്റ് ആക്ച്വലി ഇഫ് യു പുട്ട് എ ലൈക്ക് ഓർ കമന്റ്, then I will be very happy. And thank you very much. Till the next video, this is Rajiv signing off. Thank you.